പൊന്നാനി നിയോജകമണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആവേശകരമായിട്ടുള്ള വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ നിയോജകമണ്ഡലത്തിൽ ഉടനീളം നേടിയിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, പരാജയ ഭീതി മൂലം CPM-ന്റെ നേതാക്കൾ നിരന്തരമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയെ വർഗീയ ചാപ്പ കുത്തുവാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പൊന്നാനിയുടെ മതനിരപേക്ഷ മൂല്യങ്ങളെ കളങ്കം വരുത്തുന്ന രീതിയിലുള്ള അപകടകരമായിട്ടുള്ള സാഹചര്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായ രീതിയിൽ നേരിട്ട് ആരോഗ്യകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് എല്ലാ കാലത്തും ഐക്യജനാധിപത്യ മുന്നണി അടക്കമുള്ള മുന്നണികൾ പൊതുവിൽ സ്വീകരിക്കാറുള്ള സമീപനം. പക്ഷെ ഇത്തവണ ഒരുപക്ഷെ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം CPM-ന് പൊന്നാനി നിയോജകമണ്ഡലം നഷ്ടപ്പെടുമെന്ന പരാജയ ഭീതി മൂലമായിരിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നിരന്തരമായിട്ടാണ് UDF-ന് വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത്. ചില വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ തുറന്നു കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ നേടിയെടുക്കാൻ LDF-ന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങള് പരാജയത്തെ കുറച്ച് കാണുന്നില്ല, പരാജയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ അതിനെ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ, വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിൽ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ മുതിർന്ന നേതാവ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ശ്രീ M. സ്വരാജ് എരമംഗലത്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങളിലൊക്കെ അതിന്റെ തലക്കെട്ടായി വന്നത് തന്നെ UDF-ന് വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകെട്ടുകയാണ്. പലപ്പോഴും തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് CPM നടത്തി വരാറുള്ള ഒരു സ്ഥിരം വർഗീയ ചാപ്പ കുത്തലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. അപ്പൊ നമുക്ക് പൊന്നാനിയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ പരിശോധിക്കാനും അതിന് ഒരു തുറന്ന സംവാദത്തിന് ഏതെങ്കിലും CPM നേതാക്കൾ തയ്യാറായാൽ അവരുമായിട്ട് സംവാദത്തിനും യൂത്ത് കോൺഗ്രസ് തയ്യാറാണ്. അപ്പൊ നമുക്ക് പരിശോധിച്ചാൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് തന്നെ നമുക്ക് പരിശോധിക്കാം. അപ്പൊ എരമംഗലത്താണല്ലോ ശ്രീ M. സ്വരാജ് അത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. അപ്പൊ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ്, വെളിയങ്കോട് അങ്ങാടി നിലനിൽക്കുന്ന വാർഡാണ്. സാങ്കേതികമായിട്ട് ചെറിയ മാറ്റമൊക്കെ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ LDF-ന്റെ മെമ്പർ ഉണ്ടായിരുന്ന, CPI-യുടെ മെമ്പർ ഉണ്ടായിരുന്ന ഒരു വാർഡാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ആ 3-ാം വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു എന്ന് മാത്രമല്ല, SDPI പോലെയുള്ള ഒരു വർഗീയ ശക്തി അവിടെ 2-ാം സ്ഥാനത്തേക്ക് വരികയും സിറ്റിംഗ് വാർഡായിരുന്ന LDF അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോ നിലവിലുണ്ടായിരുന്ന ഒരു വാർഡ് പരാജയപ്പെടുന്നതും 2-ാം സ്ഥാനത്ത് പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ 3-ാം സ്ഥാനത്തേക്ക് പോയി വോട്ടിംഗ് പാറ്റേണിൽ ഏറെ പിന്നിലോട്ട് പോകുമ്പോൾ അത് വ്യക്തമാക്കുന്ന കാര്യം LDF പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകർ തന്നെ അവിടെ വളരെ കൃത്യമായിട്ട് UDF-നെതിരെ SDPI-ക്ക് വോട്ട് ചെയ്ത് അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇതേറെ അപലപനീയമായിട്ടുള്ള, അപകടകരമായിട്ടുള്ള സാഹചര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഈ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇപ്പോ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ SDPI മുന്നോട്ട് വന്ന 2 വാർഡുകളാണ്. ഒന്ന് SDPI വിജയിച്ചു. SDPI വിജയിച്ച വാർഡ് നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ഓപ്പണന്റ് ആയിട്ടുണ്ടായിരുന്നത് UDF ആണ്, ലീഗാണ്. അവിടെ SDPI പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും നന്നായി ശ്രമിച്ചപ്പോൾ അവിടെ 3-ാം സ്ഥാനത്താണ് LDF. SDPI പരാജയപ്പെട്ടു പോയി 34 വോട്ടുകൾക്കും 37 വോട്ടുകൾക്കും മറ്റോ പരാജയപ്പെട്ടു പോയി 2-ാം സ്ഥാനത്ത് വന്ന മറ്റൊരു വാർഡുണ്ട്. അവിടെ വിജയിച്ചു വന്നതും UDF ആണ്. അപ്പോ ഈ പഞ്ചായത്തുകൾ, 5 പഞ്ചായത്തുകളാണ് നമ്മുടെ പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൽ. ഈ 5 പഞ്ചായത്തുകളും ഏതെങ്കിലും രീതിയിൽ SDPI പോലെയുള്ള വർഗീയ കക്ഷികൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയത് UDF ആണെന്നിരിക്കെ
അവരോട് രാഷ്ട്രീയ സന്ധി ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ചത് LDF ആണെന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന എം സ്വരാജിനെ പോലെ ഒരാൾ നടത്തുന്നത് ഞങ്ങൾ അതിനെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പ്രസ്താവന, കേവലമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളത് നോക്കി കാണുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ അഭയം പ്രാപിക്കാൻ വേണ്ടി അടുത്ത തവണ പൊന്നാനിയിലേക്ക് കുടിയേറാനുള്ള സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ശ്രീ എം സ്വരാജ് തന്നെ നടത്തുന്ന ഒരു വിളവെടുപ്പായിട്ട് മണ്ണൊരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ പ്രസ്താവനയെ കാണുക. ഇപ്പോ പെരുമ്പറപ്പ് പഞ്ചായത്തിലും സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. പെരുമ്പറപ്പ് പഞ്ചായത്തിൽ മറ്റൊരു ഏറെക്കുറെ സമാന സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി CPM പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു വാർഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ വാർഡിൽ അവരുമായിട്ട് ഓപ്പണന്റായിട്ട് ഫൈറ്റ് ചെയ്തത് കോൺഗ്രസും UDF-ഉമാണ്. അപ്പോ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഈ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി മലീനസമാക്കി പൊന്നാനിയുടെ മതനിരപേക്ഷ മൂല്യങ്ങളെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ CPM ശ്രമിക്കുന്നത് അങ്ങേയറ്റ അപകടകരമാണെന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മണ്ണ് ഇപ്പോൾ 2025 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള വിജയം, ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം 2001 ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA 2025 പൊന്നാനിയിൽ ഉണ്ടാകുന്നതിന്റെ സൂചനയായിട്ട് അതിന്റെ ഒരു സെമി ഫൈനലായിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഞങ്ങള് പെരുമ്പറപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ തിരിച്ചുവരവാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയത്. അപ്പോ 14ൽ 10 സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണി നേടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ് മത്സരിച്ചിരുന്ന അയിലൂർ ഡിവിഷൻ ഈ സമാനമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് CPM-ഉം LDF-ഉം ശ്രമിച്ചിട്ടുണ്ട്. അവരെ ഈ പറയുന്ന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടും കൂടിയിട്ടും അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി പരമാവധി വോട്ടുകൾ വിഭജിച്ചുകൊണ്ടുമൊക്കെയാണ് കേവലമായിട്ടുള്ള ചെറിയ വോട്ടിനാണെങ്കിൽ പോലും അവരെ LDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ രാഷ്ട്രീയ സാഹചര്യം പൊന്നാനിയിലെ മതനിരപേക്ഷ ജനത തിരിച്ചറിയുമെന്നും അതിനെ നല്ല രീതിയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ UDF നേതാക്കൾക്കെതിരെ പരാജയ രീതി മൂലം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിരന്തരമായിട്ടുള്ള അവഹേളിക്കുന്ന അപമാനിക്കുന്ന പ്രസ്താവനകളുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ കടന്നു വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള പ്രസ്താവനകളും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യ സ്വഭാവത്തെ, സംസ്കാരത്തെ, പൊന്നാനിയുടെ ജനാധിപത്യ സംസ്കാരത്തെ കളങ്കപ്പെടുത്തുന്ന പ്രസ്താവനകളുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കൾ വന്നാൽ അതിനെ ആ അർത്ഥത്തിൽ തന്നെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ ഞങ്ങൾ സന്നദ്ധമാകുമെന്ന് കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. KP നൗഷാദ് അലിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് ഇപ്പോ കലിമുദ്ദീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിക്കുന്നത്. പൊന്നാനിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ടെന്നും അവിടെ അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങളൊക്കെയാണ് ഈ പരാമർശത്തിന് കാരണമായതെന്നൊക്കെയാണ് കലീമുദ്ദീന്റെ പ്രസ്താവനയില്ല. അതിനോടുള്ള പ്രതികരണം അല്ല, കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു വിജയമാണ്. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ പോലും ഭരണത്തിലെത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും CPM-ന്റെ കോട്ടകളെന്ന് അവർ വിശ്വസിക്കുന്ന പല സ്ഥലങ്ങളിലും ആവേശകരമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് CPM നേതാക്കൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോ അത് ശ്രീ KP നൗഷാദ് അലി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണെങ്കിലും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണല്ലോ. അവരാ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനെ രാഷ്ട്രീയ വിരോധമായിട്ട് കാണേണ്ട കാര്യം CPM-ന് ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തമല്ലേ. സ്റ്റേറ്റ്മെന്റിൽ ബന്ധപ്പെട്ടിട്ടാണല്ലോ പറയുന്നത്. ഇപ്പൊ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് UDF സഖ്യം ചേർന്നുകൊണ്ടാണ് മത്സരിച്ചത്. അതുപോലെ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡ് STP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി വളരെ കുറയുകയാണ്. മൂന്നാമതാണ് 200 വോട്ട് ചെലുത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് പ്രകടമായിട്ട് STPക്ക് അവർ UDF വോട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണമാണ്. 10 വോട്ടിനാണ് അവിടെ
SDPI ജയിക്കുന്ന സാഹചര്യം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? അല്ല, ഇത് ഈ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മൾ വ്യത്യസ്തമായിട്ട് കാണണം. പൊന്നാനി നഗരസഭയിൽ SDPI ജയിച്ച വാർഡിൽ നിലവിൽ കഴിഞ്ഞ തവണയും UDF അവിടെ കാര്യക്ഷമമായിട്ട് വോട്ടില്ല, സംഘടനാ ശേഷിയുമില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നത്. പക്ഷെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സിറ്റിംഗ് മെമ്പർ എന്ന് പറയുന്നത് LDFന്റെ ശ്രീ വേണുട്ടനാണ്. അപ്പൊ അത് രണ്ട് രാഷ്ട്രീയ സാഹചര്യമാണ്. പൊന്നാനി നഗരസഭയിൽ UDFന് വോട്ടില്ലാത്ത, സംഘടനാ ശേഷി കുറഞ്ഞ ഒരു സ്ഥലത്താണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മത്സരം നടന്നത്. അവിടെ പോലും UDFന്റെ വോട്ടുകളെ കൃത്യമായിട്ട്, ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ UDFന്റെ വോട്ടുകളെ കൃത്യമായിട്ട് UDFന്റെ പാളയത്തിൽ എത്തിക്കാനാണ് അവിടെ UDF ശ്രമിച്ചത്. പക്ഷെ 3-ാം വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ LDFന്റെ വോട്ട് കൃത്യമായി ചോർന്നു പോവുകയും ഈ LDF തന്നെ 1-ാം സ്ഥാനത്ത് നിന്ന് നേരെ 3-ാം സ്ഥാനത്തേക്ക് വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മാറഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി നിയോജകമണ്ഡലത്തിനകത്ത് പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളാണ്, കോൺഗ്രസും ലീഗുമാണ്. പിന്നെ ഇപ്പൊ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് UDFന്റെ ഭാഗമായിട്ട് CPI അവിടെ UDFന്റെ ഭാഗമായിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് തീരെ ജയിക്കാൻ കഴിയാത്ത, കഴിഞ്ഞ കാലങ്ങളിലൊന്നും UDF കോൺഗ്രസ് ഒന്നും ജയിക്കാൻ സാധിക്കാത്ത ഒരു വാർഡിനകത്ത് CPI, മറ്റു പഞ്ചായത്തുകളിലൊക്കെ LDFന്റെ ഭാഗമായിരുന്ന CPI അവിടെ UDFന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അത് UDFന്റെ ഘടകകക്ഷിയോ അല്ലെങ്കിൽ UDFുമായിട്ട് മറ്റൊരു തരത്തിലുള്ള അസോസിയേഷൻ അല്ല. അത് താൽക്കാലികമായിട്ട് ഇലക്ഷൻ സമയത്ത് പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുപോലും പരമാവധി SDPI പോലെയുള്ള വർഗീയ കക്ഷികളുമായിട്ട് ഉണ്ടാകരുത് എന്ന ഉറച്ച നിലപാട് കോൺഗ്രസിനും UDFനും ലീഗിനും ഒക്കെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. മാറഞ്ചേരിയിൽ ഉണ്ടായിട്ടുള്ള നീക്കുപോക്കിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലാണെങ്കിൽ പോലും അതിനോട് ഐക്യപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് UDF നേതൃത്വത്തിന്റെ വിശകലനവും തീരുമാനവും. 3-ാം വാർഡിന്റെ വാർഡ് വിഭജനത്തില് ഇപ്പോ കഴിഞ്ഞ LDF ജയിച്ച വാർഡിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് അതിൽ വരുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് അവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു പ്രചരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ SDPI ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി UDF വോട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രചരണം അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അല്ല, അവിടെ ഇപ്പോ ശ്രീ ഫാറൂഖിന് വ്യക്തിപരമായിട്ടും കൂടെ അറിയുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ വാർഡ് വിഭജനം നടന്ന സമയത്ത് യഥാർത്ഥത്തിൽ 2-ാം വാർഡിൽ നിന്നുള്ള ഒരു ഭാഗം 3-ാം വാർഡിലേക്ക് പോയി. 3-ാം വാർഡും 15-ാം വാർഡും, ഈ 3 വാർഡുകളും വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം ഒരു കാരണവശാലും LDFന് ഏതെങ്കിലും ആ രാഷ്ട്രീയ അടിത്തറ കുറവുള്ള സ്ഥലമല്ല. UDFനും LDFനൊക്കെ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും അടിത്തറയും ഉള്ള സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ LDFനേക്കാൾ എന്തുകൊണ്ടും SDPIക്ക് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലമല്ല 3-ാം വാർഡ്. അവിടെ CPIയുടെ മുതിർന്ന നേതാവ്, ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഷാജിറ മനാഫ് പ്രതിദാനം ചെയ്ത ഒരു വലിയ ഭാഗം 3-ാം വാർഡിലുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു വാർഡിലാണ് LDF 3-ാം സ്ഥാനത്ത് പോകുന്നത്. അതാണ് നമ്മൾ പരിശോധിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് LDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ അതിന്റെ ഗുണം LDF അവിടെ ചെയ്തിട്ടുണ്ട്. ആ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തന്നെ ഇത്തരത്തിൽ സന്ധി ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഞങ്ങൾ പറയാൻ സാധിക്കും. കാരണം 2-ാം വാർഡിൽ യഥാർത്ഥത്തിൽ ഒരു അട്ടിമറിയാണ് നടന്നത്. 2-ാം വാർഡ് UDF ഒരു കാരണവശാലും ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും അവിടെ പരാജയപ്പെടുന്നു ഞങ്ങൾ കരുതിയിട്ടില്ല. പക്ഷെ അവിടെ സംഭവിച്ചത് ക്രോസ് വോട്ടിംഗ് ആണ്. 3-ാം വാർഡിൽ SDPIക്ക് LDF വോട്ട് ചെയ്യുകയും അതിന്റെ പ്രത്യുപകാരമായിട്ട് 2-ാം വാർഡിലെ SDPIയുടെ വോട്ടർമാർ കൃത്യമായിട്ട് CPMന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇത് എരമംഗലത്തെ പല വാർഡുകളിലും ഇതിന്റെ രാഷ്ട്രീയ ഗുണം CPM അനുഭവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ LDF എരമംഗലം പ്രദേശത്ത് ആദ്യം പ്രതീക്ഷിച്ചിരുന്ന വാർഡ് 10-ാം വാർഡാണ്. 10-ാം വാർഡിൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, LDFന്റെ സ്ഥാനാർത്ഥി തന്നെ പല വീടുകളിലും പോയി പറഞ്ഞിരുന്നത് എനിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത വീടുകളാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം പോയി പറഞ്ഞത് എന്നാൽ നിങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ അതിന്റെ ഒരു ഈ രീതിയിലുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ വിശിഷ്ട ഉടനീളം CPMഉം CPMന്റെ LDFന്റെയും ഒക്കെ സ്ഥാനാർത്ഥികളും എല്ലാ അർത്ഥത്തിലും അവരതിന് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പഴയകാല സഹപ്രവർത്തകനും ഇപ്പൊ സുഹൃത്തും
CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇങ്ങനെയാണ്, ജമാഅത്ത് ഇസ്ലാമിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് ശ്രീ VD സതീശൻ നേരിട്ട് മുൻകൈ എടുത്ത് നൽകാൻ പോകുന്നത്. ഇത് പൊന്നാനി മണ്ഡലത്തിലെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളാണ്. അത് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. KP നൗഷാദിനെ പറ്റിയാണ്. എന്താണ് അതേപറ്റി അല്ല, ഇത് നമുക്ക് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഞങ്ങളിത് കാണാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് സ്ഥിരമായിട്ട് LDF-ഉം CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്പകുത്തലാണ്. ഒരു സ്ഥാനാർത്ഥി, വിശിഷ്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എങ്കിൽ അദ്ദേഹം അമ്പലത്തിൽ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഹൈന്ദവ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഉടനെ പറയും ഒരു മടിയും കൂടാതെ RSS ആണ്, BJP ആണ്. നമുക്കൊക്കെ ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പൊന്നാനിയിൽ മത്സരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾക്ക് പോലും ഏതെങ്കിലും രീതിയിൽ അവരുടെ സെക്യുലർ ബോധ്യങ്ങളിൽ ഒരു സംശയമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ UDF-ന് വേണ്ടി പൊന്നാനിയിൽ മത്സരിച്ചിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് CPM ബോധപൂർവ്വം അഴിച്ചുവിടുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് അവർ RSS ആണ്, BJP-യുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. ഇത് ആ തെരഞ്ഞെടുപ്പ് ആ ഒരു കാലത്ത് മാത്രം നടത്തുന്ന ഒരു ആരോപണങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഈ പ്രസ്താവനയും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് അത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എങ്കിൽ, ഇപ്പോ കോൺഗ്രസിനെയോ UDF-നെയോ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും പ്രത്യേകമായിട്ട് സ്ഥാനാർത്ഥിയാവുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ CPM മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരാൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവരെ വർഗീയമായിട്ട് ചാപ്പകുത്താൻ, അവർ കോൺഗ്രസിനപ്പുറം മറ്റ് ചില സാമുദായിക കക്ഷികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എന്ന് ചാപ്പകുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ അത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളെ നോക്കിക്കാണാൻ സാധിക്കുന്നു.